ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമെടുത്ത് പറയാം, നമുക്ക് ഷോയ്ക്ക് പോവാം എന്നൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മുടെ റഹ്മാനൊക്കെ ഇവിടെ പറയണ്ടായി, പണ്ട് മെമിക്രി എന്ന് പറഞ്ഞാൽ മെമിക്രിക്കാർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അന്ന് അതിന് വില നൽകിയതിൽ എടുത്തു പറയേണ്ട ഒരാളാണ്, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ആ വേദിയിലേക്ക്. ഇപ്പോൾ ജയറാമേട്ടനാണെങ്കിലും സിദ്ദിഖ് ലാലാണെങ്കിലും ഒക്കെ അതിലേക്കുള്ള നമുക്കൊരു വഴി വെട്ടിത്തന്ന ആളുകളാണ്. എന്നുവെച്ചാൽ അത്രയും ഉയരത്തിലെത്തിയതുകൊണ്ട്. അന്നും നമ്മൾ സിനിമയിൽ മറ്റുള്ള എല്ലാവരും സഹ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സിനിമ മിമിക്രിയിൽ വന്നാൽ നേരെ സിനിമയിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് എന്നുള്ളൊരു സ്ഥലത്തെത്തിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക്. ഇവിടെ ഞാനിവിടെ ബാസിനൊക്കെ ഞാൻ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പോൾസൺ അവരുടെ ടീമൊക്കെ ഭയങ്കര രസമായിട്ടാണ്. അതുപോലെ ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ. അശ്വമാട്ടനൊക്കെ പിന്നെ വേറെ ലെവലല്ലേ. എന്തായാലും അതുപോലെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, സംഘടന എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മ, ഈ ചിരി, ഈ സന്തോഷം, ഇതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇതിനകത്ത് സംസാരിച്ച് തീർക്കണം. ഒരിക്കലും നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി സംസാരിക്കരുത്. കാരണം നമ്മൾ ഈ സംഘടന ഉണ്ടാക്കുന്നത് നമ്മളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് ഈ കൂട്ടായ്മ. ആ കൂട്ടായ്മ ഒരു പ്രകാരത്തിലും ഒരു ചെറിയ സങ്കടം വന്നാൽ പോലും നമ്മൾ ചിരിപ്പിക്കുന്ന ആളുകളാണ്. നമ്മുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവണം. നമ്മുടെ സങ്കടങ്ങളാണെങ്കിൽ ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം. കാരണം അതാണ് അതിൻ്റെ ശരി. ഈ ചിരിയും ഈ കൂട്ടായ്മയും മുന്നോട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് നമുക്ക് സുരേഷ് ഏട്ടനുണ്ട്, ലാലേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മളെക്കാളൊക്കെ ഗംഭീരമായ കലാകാരന്മാരുണ്ട്. ഒരു ഗംഭീര അസറ്റുകളാണ് ഈ ഇരിക്കുന്നത്. അസത്തുകളല്ലാട്ടോ, അസറ്റ്സ്. ഈ കൂട്ടായ്മ എന്നും ചിരിയുടെ സന്തോഷത്തിൻ്റെ വലിയ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.